CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതെ, ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരങ്ങളുടെ കരാർ പുതുക്കുന്നതുമായനുബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതേസമയം ഒഡീഷ എഫ്സിയെ സംബന്ധിച്ച് വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഒഡീഷ എഫ്സിയോട് അനുബന്ധിച്ചുള്ളതാണ്. ISL കരുത്തന്മാരായ ഒഡീഷ എഫ്സിക്ക് സീസണിന്റെ പകുതി ആയുമ്പോഴേക്കും വമ്പൻ തിരിച്ചടിയായി നേരിടേണ്ടി വരുന്നത്. പരിക്ക് മൂലം ഒഡീഷ എഫ്സിയുടെ സ്ട്രൈക്കർ ആയിട്ടുള്ള റോയ് കൃഷ്ണയ്ക്ക് ഈ ഒരു സീസൺ നഷ്ടമാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു വിവരം ഒഡീഷ എഫ്സി തന്നെ ഔദ്യോഗികമായി ആരാധകരെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. താരത്തിന് ഗ്രേഡ് 3 ASL പരിക്ക് പറ്റിയത് കൊണ്ടാണ് താരത്തിന് ഈ ഒരു സീസൺ മുഴുവൻ നഷ്ടമാവുക. മാച്ച് വീക്ക് 9 ഹൈദരാബാദ് എഫ്സിക്കെതിരായ മത്സരത്തിലാണ് താരത്തിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഏതായാലും പരിക്ക് പറ്റിയതോടെ തന്നെ ഒഡീഷ എഫ്സിയുടെ കഴിഞ്ഞ ബംഗളൂരു എഫ്സിക്കെതിരായുള്ള മത്സരത്തിലും റോയ് കൃഷ്ണ കളിച്ചിരുന്നില്ല. താരം ഇതിനോടകം തന്നെ സീസണിൽ 9 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളോളം നേടിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഒഡീഷ എഫ്സിയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു റോയ് കൃഷ്ണ എന്നുള്ളത്. എന്നിരുന്നാലും ആരാധകരെല്ലാം ആകാംക്ഷയോടെ നോക്കുന്നത് ഒഡീഷ എഫ്സി റോയ് കൃഷ്ണയുടെ പകരക്കാരനെ ജനുവരി ട്രാൻസ്ഫർ ടീമിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്കും ആശ്വാസം നൽകുന്നതിനാണ്. പ്രകടനത്തിൽ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും കളത്തിന് പുറത്ത് ചില മികച്ച നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൃത്യമായ ട്രാൻസ്ഫർ പദ്ധതികളാണ് ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത്. ചില താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ പുതുക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിലവിൽ സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏജന്റ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 താരങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കരാർ പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി കരാർ അവസാനിക്കുന്ന 2 താരങ്ങളുമായി കരാർ പുതുക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ താരം എന്നുള്ളത് ഗാന ഉന്നത താരമായിട്ടുള്ള ക്വാമി പെപ്രയാണ്. നേരത്തെ പെപ്രയുടെ ഏജന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ CEO അഭിഷേക് ചാറ്റർജി ജിദ്ദയിൽ വെച്ച് കണ്ടുമുട്ടിയതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് കരാർ സൂചകവുമായി ബന്ധപ്പെട്ടുള്ളതോ എന്ന് വ്യക്തമല്ല. പെപ്രയുടെ ഏജന്റുമായി അഭിഷേക് ചാറ്റർജി നടത്തിയ ചർച്ച നടന്നിരുന്നോ എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും താരത്തെ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. താരത്തിന്റെ കരാർ അവസാനിക്കുന്നത് ഈ വരുന്ന 2025 മെയ് മാസത്തിലാണ്. രണ്ടാമതായി ബ്ലാസ്റ്റേഴ്സ് കരാർ പുതുക്കാൻ ആഗ്രഹിക്കുന്നത് യുവതാരമായിട്ടുള്ള നവോച്ച സിംഗ് ആണ്. ലെഫ്റ്റ് ബാക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഈ ഒരു താരത്തെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലനിർത്തേണ്ടത് തന്നെയാണ്. ഈ വരുന്ന മെയ് മാസം 2025 വരെയാണ് നവോച്ച സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായിട്ട് കോൺട്രാക്ട് ഉള്ളത്. ഏതായാലും ഈ ഒരു താരത്തെയും നിലനിർത്താൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഇരുവർക്കും പുതിയ കരാർ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും കരാർ ചർച്ച ആരംഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ കരാർ ചർച്ച നടക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ചില താരങ്ങളുമായി കരാർ റദ്ദ് ചെയ്യാനും ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട്. അത് ഏതൊക്കെ താരങ്ങളാണെന്ന കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ട് പോലുമില്ല. ഏതായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ക്വാമി പെപ്പർ എന്ന താരത്തെയും നവോച്ച സിംഗ് എന്ന താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നിലനിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നെടുന്തൂണുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 താരങ്ങളാണ് ഇവർ എന്നുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് അടുത്ത സീസണിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇതെന്നുള്ളത്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് അഡ്രിയാൻ ലൂണയോട് അനുബന്ധിച്ചുള്ളതാണ്. അഡ്രിയാൻ ലൂണയോട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിലവിൽ കളിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പ്രകാരമാണ്: ഒരു കളിക്കാരൻ എന്ന നിലയിൽ റിട്ടയർ ചെയ്താൽ ഞാൻ വളരെയധികം ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയായിരിക്കും. മിക്കവാറും ഞാനൊരു പരിശീലകനായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടാതെ തന്നെ താൻ വളരെ സന്തുഷ്ടനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്നുള്ള ക്ലബ്ബിൽ കളിക്കുന്നത്. കൂടാതെ തന്നെ ആരാധകരെയും വളരെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. തനിക്ക് ഇനിയും ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് തുടരണമെന്നാണ് ആഗ്രഹമെന്നാണ് അഡ്രിയാൻ ലൂണ എന്ന മജീഷ്യൻ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.